സർ, യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ബി.ജെ.പിയിൽ ലയിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി ബി.ജെ.പിയിൽ ലയിച്ചിട്ടില്ല, പക്ഷേ ഏതാണ്ട് ലയിച്ചേക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷം പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയെങ്കിലും ബി.ജെ.പിയിൽ ലയിച്ചേക്കും. കാരണം ഇന്നലെ തന്നെ അവരുടെ 10 എം.പിമാരാണ് ആകെയുള്ളത്. അതിൽ 7 ഉള്ളത് പഞ്ചാബിൽ നിന്നാണ്, 3 ഡൽഹിയിൽ നിന്നുള്ളത്. അതിൽ 6 പേര് പഞ്ചാബിൽ നിന്ന് ഇപ്പം തന്നെ പോയി കഴിഞ്ഞു, അങ്ങോട്ട് പോയി. ഒരാൾ ഡൽഹിയിൽ നിന്നുണ്ടായതും പോയി. അങ്ങനെ 7 പേര് ഇപ്പോൾ ടോട്ടലി ബി.ജെ.പിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് രാജ്യസഭ എം.പിമാരാണെന്ന് ആലോചിക്കാം. ആ രാജ്യസഭ എം.പിമാരാണ് 7 പേരും പോയേക്കുന്നത്. അപ്പോൾ അതിൽ രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പോകുമെന്നുള്ളത് നമുക്ക് ഏതാണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയായിരുന്നു, മാസങ്ങൾക്ക് മുമ്പ്. കാരണം അദ്ദേഹത്തെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു, കൂടാതെ സംസാരിക്കാൻ അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നത് എന്നെ നിശബ്ദനാക്കി, പക്ഷേ എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒപ്പം തന്നെ ഫൗണ്ടർ മെമ്പറായിട്ടിരുന്ന ഒരാളാണ് ആം ആദ്മി പാർട്ടിയുടെ. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. കുറേ നാളുകളായിട്ട് അകൽച്ചയിലായിരുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊന്നും പുള്ളി പ്രതികരിച്ചിട്ടില്ല. പുള്ളി ഐ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലണ്ടനിലായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ആം ഇൻ റൈറ്റ് പാർട്ടി നൗ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഐ എം എ റൈറ്റ് പേഴ്സൺ, ഐ വാസ് എ റൈറ്റ് പേഴ്സൺ ഇൻ ദ റോങ് പാർട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ മാറി എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് മാറുമെന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പുറത്താക്കി, ആം ആദ്മി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് പുറത്താക്കുകയും രാജ്യസഭയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആ രാജ്യസഭയിൽ അവസരം കൊടുക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം രാജ്യസഭയിലെ പ്രസംഗങ്ങളെ സ്വന്തം പി ആറിന് വേണ്ടി ഉപയോഗിക്കുന്നതുള്ള വിമർശനമാണ് പാർട്ടിക്കകത്ത് നിന്നുണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ പക്ഷെ വലിയ ജനപ്രീതി കിട്ടിയിട്ടുണ്ട്. മൊബൈൽ റീചാർജ് 28 ദിവസത്തേക്കാണ്. അപ്പൊ 12 മാസം റീചാർജ് ചെയ്യേണ്ടി 13 മാസത്തെ ലാഭം മറ്റേ മൊബൈൽ കമ്പനികൾ കൊള്ളയടിക്കുകയാണ്. വലിയ രീതിയിൽ അല്ല, അതുകൂടാതെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമൂസയായിരുന്നു. അതായത് മറ്റേ എയർപോർട്ടിലെ സമൂസകൾ 150-250 രൂപ മേടിച്ചാണ് കൊടുക്കുന്നത് ചായക്കും സമൂസക്കും ഒക്കെ. അപ്പൊ അത് പോരാ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പുറത്ത് നടപടി ഉണ്ടായി. ഉഡാനിന്റെ ഒക്കെ മറ്റേ ചെറിയ ചായക്കടകൾ വന്നു എയർപോർട്ടിനകത്ത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ ഒന്ന് ചായ മേടിക്കുന്ന ഇതൊക്കെ എടുത്തിട്ടിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ഇതിനേക്കാൾ വലിയ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൈനോറിറ്റി നോക്കാതെ തന്നെ ആളുകളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിർഭയ പോലെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകും. അതിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഒരു ദയവ് അർഹിക്കുന്നില്ല. അത് ഈ പറയുന്ന പോലെ മൈനോറിറ്റി അല്ല, മൈനറായിട്ടുള്ള ആളുകളും ഈ പറയുന്ന പോലെ മേജറായിട്ടുള്ള ആളുകളും എന്നുള്ള വ്യത്യാസമില്ലാതെ യഥാർത്ഥത്തിൽ മൈനറായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ അവിടുത്തെ ഒരു ജനങ്ങൾ ഏറ്റെടുത്തു. അല്ല, ജൻസിയൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്തു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നും ഇദ്ദേഹം ഒരു വിമർശനവും കേജ്രിവാളിന്റെ മദ്യനയ കേസിൽ അദ്ദേഹത്തെ വിടുതൽ ചെയ്തിട്ടും അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളതിലൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പ്രതികരണം നടത്തിയില്ല. പിന്നെ അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം ഇതൊക്കെ തീരുമാനിച്ചു? അല്ല, അവര് വളരെ കൃത്യമായി ബി.ജെ.പിക്കെതിരെ അദ്ദേഹം ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായില്ല. കാരണം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള തകർച്ചയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ അത് ബി.ജെ.പിയുടെ ആയിട്ട് യാതൊരു വ്യത്യാസമില്ല. ഞാൻ നേരത്തെ ഈ ലോക്സഭയിലേക്ക് തന്നെ ബി.ജെ.പി അവിടെ തൂത്തുവാരും എന്ന് പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് സ്റ്റേറ്റിൽ ഒരു ബി.ജെ.പി ജയിപ്പിക്കാം, കേന്ദ്രത്തിൽ മറ്റൊരു ബി.ജെ.പി ജയിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. അത് ഇത്തവണ മാറും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഐഡിയോളജിക്കൽ വ്യത്യാസമില്ല. ഉദാഹരണത്തിന് ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഒക്കെ ഫോട്ടോകൾ നോട്ടിൽ വെക്കണമെന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബി.ജെ.പി ഇളക്കി മറിച്ചിട്ടുള്ള ഒരു കൃഷിഭൂമിയിൽ വിള കൊയ്യാനായിട്ട്, വിത്ത് പാകാനും വിള കൊയ്യാനും ബി.ജെ.പിയേക്കാൾ സമർത്ഥനായിരുന്നു പുള്ളി. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത്തരത്തിൽ നോട്ടിൽ ഈ ലക്ഷ്മിയുടെയും സരസ്വതിയുടെ ഒക്കെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ബി.ജെ.പി ഞെട്ടി. കാരണം ബി.ജെ.പിന്റെ പ്രതിരോധത്തിലായി പോയി. മനസ്സിലായി? ഇനി രണ്ടാമത്തെ കാര്യം, അയോധ്യ രാമക്ഷേത്രം പണിതല്ലോ. പണിതതിൻ്റെ ക്രെഡിറ്റ് ബി.ജെ.പി എടുക്കുകയാണ്. പക്ഷെ പുള്ളി ഇതൊരു പരിപാടി ഉണ്ട്. ഗുജറാത്തിലും അതുപോലെ തന്നെ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ചെന്ന് പ്രചരണം നടത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് അയോധ്യയിലേക്ക് തീർത്ഥയാത്ര കൊണ്ടുപോകുന്നത്. ഓക്കെ, ആ കൂട്ടത്തിൽ ക്രിസ്ത്യൻസിനും അതുപോലെ മുസ്ലിംസിനും ഒക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ അയോധ്യ രാമക്ഷേത്രവും നിങ്ങളൊരു ഹിന്ദു ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി പിന്തുടരുന്ന ബി.ജെ.പിയുടെ ഐഡിയോളജി പിന്തുടരുന്ന ഒരാളാണെങ്കിൽ പോലും അവിടെ ആ ക്ഷേത്രം പണിതു എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ആരോടാണ്? നിങ്ങൾ അവിടേക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് പോയാലാണ്. അപ്പൊ അത് ഗവൺമെന്റ് കാശ് കൊടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ചാമ്പ്യനാണ് ആര്? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയും. അത് മാത്രമല്ല നരേഷ് ഗോയലിന്റെ പ്രവൃത്തിയൊക്കെ നമുക്ക് ഓർമ്മയുള്ളതല്ലേ. അല്ല, ഞാനെന്താ പറയാം. അപ്പൊ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വലിയ
ചലഞ്ചായി ഇദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഗുജറാത്തിൽ അവർക്ക് ചില മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു, വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൂടാതെ പഞ്ചാബിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം തകർക്കാനായിട്ട് ആദ്യം ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ബി ജെ പി ചെയ്തത്. ആ ബി ജെ പി ചെയ്ത ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കണ്ട് ഇടിച്ചു താഴ്ത്തി. അതാണ് മദ്യനയ കേസ്. അതിനുശേഷം സെക്കൻഡ് ലെയർ ലീഡേഴ്സ് ഇല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇയാളെ തന്നെ പിടിച്ചും മനീഷ് സിസോദിയൊക്കെ പിടിച്ചും ജയിലിലിട്ടു. വേറെ നേതാക്കന്മാരെ സഞ്ജയ് സിംഗിനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു. വേറെ ആരും ഇല്ലാതായി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പിടിച്ചു നിൽക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് കൂടാതെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഇപ്പോൾ രാഘവ് ചദ്ദയെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു മന്ത്രിയല്ല, അവിടുത്തെ MP ആയിട്ടുള്ള അശോക് മിത്തലിനെയാണ് യഥാർത്ഥത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡറാക്കിയത്. ഈ അശോക് മിത്തലും ഇപ്പോൾ ഈ BJP പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത തമാശ, അശോക് മിത്തൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന LPU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അതിന്റെ ചെയർമാനാണ് അശോക് മിത്തൽ. അദ്ദേഹത്തിന് വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇപ്പൊ അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയിട്ട് ചാക്ക് കണക്കിന് മറ്റേ ഡാറ്റ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ TVയിലും അതുപോലെ മലയാളം ന്യൂസ് ചാനലിലും ഒക്കെ ഇതിന്റെ പരസ്യം തന്നെ LPU അവിടെ നിന്ന് വലിയ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു. ആ ലവ്ലി ഗ്രൂപ്പിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. റെയ്ഡിനെ കൂടി അല്ല, ഇനിയിപ്പോ പേടിക്കാനില്ല, കേസില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ കേസില്ല. ഇതുപോലെ തന്നെയാണ് ഇനി അടുത്തത്. ആം ആദ്മിക്ക് വരാൻ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അത് സഞ്ജീവ് അറോറ എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിയാണ്. പഞ്ചാബിൽ പ്രബലനായിട്ടുള്ള മന്ത്രിയാണ്. പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ തവണ MLA-മാരായി മത്സരിച്ചതിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്. ടെക്സ്റ്റൈൽസ് മുതൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ 72 കോടി രൂപയുടെ മറ്റേ ബാങ്കിലുണ്ടായിരുന്ന അസറ്റുകളെല്ലാം കൂട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൂടി കൂടുമ്പോൾ 301 കോടി രൂപ വരും. അദ്ദേഹത്തിൻ്റെ മാത്രം 288 കോടിയുണ്ട്. ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് അറിയാമോ? ഈ 288 കോടി രൂപ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വില സ്ഥലത്തിന് കണക്ക് കൂട്ടിയിട്ടാണ്. മനസ്സിലായി? ശരിക്കും പറഞ്ഞ ആക്ച്വൽ പ്രൈസ് 900,000 കോടി വരും. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും വലിയ യൂസ് ആയിട്ടുള്ളത്. ഈ സഞ്ജീവ് അറോറയുടെ വീട്ടിൽ റെയ്ഡ് നടന്നുണ്ട്, അന്വേഷണ ഏജൻസികൾ വിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാനിപ്പോ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി വരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 MLA-മാര് പഞ്ചാബിൽ BJP-യിലേക്ക് പോകുമെന്നാണ്. അപ്പൊ BJP എല്ലാ തരത്തിലും ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് നീങ്ങായിരുന്നു. ഇത് 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJP ഇളക്കി മറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വിത്തുവാകി മുളപ്പിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ സംഭവത്തിന്റെ വിള കൊയ്യാൻ എളുപ്പത്തിൽ വരാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ആര്? ആം ആദ്മി പാർട്ടി. അത് BJP വഹിക്കുന്നുണ്ട്. മനസ്സിലായി? ചില ആളുകൾ പറയും RSSന് കുഴപ്പമില്ല, അത് BJP മീഡിയ വണ്ണിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കേട്ടോ. RSS അജിംസിൽ എന്ന് പറയുന്നത് RSS ഈ പ്രതിപക്ഷമായിട്ട് ഈ ആം ആദ്മി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ വിചാരിച്ചു അവർ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നുള്ളത് അല്ല. യഥാർത്ഥത്തിൽ RSS ഒക്കെ തന്നെ ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് 50,000 എണ്ണം നടത്തിക്കൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തറ പറ്റിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സംഘപരിവാരും BJP-യും എല്ലാം കൂടി നർച്ചർ ചെയ്തുകൊണ്ട് വന്ന ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റിൽ എളുപ്പം സ്ഥാനം പിടിക്കാവുന്ന ആളുകളായി ആര് മാറി? ആം ആദ്മി പാർട്ടി മാറി. അത് BJP-ക്ക് വലിയ ഭീഷണിയാണ്. ഇനി നേരെ തിരിച്ച് ആം ആദ്മി പാർട്ടി അങ്ങനെ വളർത്തിക്കൊണ്ടിരേണ്ടെന്ന് ആവശ്യമില്ല. കോൺഗ്രസ് ഒക്കെ വളർന്നാലും വേണമെങ്കിൽ കോൺഗ്രസിനകത്തോട്ട് ഇത്തരത്തിലുള്ള ആളുകൾ RSS-നൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ RSS-ന് എത്രയോ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല ഇതിന്റെ യാഥാർത്ഥ്യം. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇവർ തകർക്കാൻ തീരുമാനിച്ചു. അത് മനസ്സിലാകാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആം ആദ്മി പാർട്ടി അങ്ങനെ തകർത്താനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ പോലെയുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവ് ശാന്തി ഭൂഷൺ പോലെയുള്ള നിരവധി, ഇപ്പോൾ കിരൺ ബേദി പോലെയുള്ള, അല്ലെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ള കിരൺ ബേദിയൊക്കെ പോട്ടെ, ഇപ്പോൾ അവർ BJP-യിലേക്ക് പോയി. ഞാൻ പറഞ്ഞ നിരവധി, ഇപ്പം നമ്മുടെ പ്രമുഖനായിട്ടുള്ള സഫോളജിസ്റ്റ്, പുള്ളിയുടെ പേര് ഞാൻ വിട്ടേ, മുമ്പ് കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ മന്ത്രിയായിട്ടുള്ള ഒരു ലേഡി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ലേഡിയല്ല ഞാൻ പറഞ്ഞ, ഏതാണ്ട് ഒരു 27ഓളം വരുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ എല്ലാവരെയും തന്നെ ഈ പാർട്ടി വിട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പാർട്ടി നിലനിൽക്കില്ലെന്ന് BJP കൃത്യമായി പഠിച്ചു. മനസ്സിലായി? അതേസമയം ഇപ്പൊ CPM-നൊന്നും അങ്ങനെയല്ല. അതേസമയം ഇപ്പൊ കോൺഗ്രസിന് പോലും അങ്ങനെയല്ല. നിങ്ങൾ നാളെ രാഹുൽ ഗാന്ധിനെ പിടിച്ചാൽ അതിട്ടാൽ പോലും കോൺഗ്രസ് നിലനിൽക്കും.
മനസ്സിലായി. 10-30 കൊല്ലമായിട്ട് ഗുജറാത്തിൽ അധികാരമില്ലാതിരുന്നിട്ട് പോലും അവര് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, അല്ല ചില സംസ്ഥാനങ്ങളിലാണ്, അല്ല ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അല്ല നമ്മളൊരു പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് ആരെങ്കിലും പോയാൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണമാണ് ചെയ്യുക. വലിയ നേതാക്കന്മാർ ജയിലിൽ പോയാൽ വലിയ ഗുണമാണ് ചെയ്യുക. ജയലളിത ജയിലിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടെ മാനേജ് ചെയ്യാനായിട്ട് പുറത്ത് പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഗുണമാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഗുണം ചെയ്യാവുന്ന ഒരു പാർട്ടി അല്ല ഇത്. ഈ സ്ട്രക്ചർ ഇത്ര ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് BJP പഠിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം പുള്ളിയുടെ ക്രെഡിബിലിറ്റി തകർത്തുക, അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, പാർട്ടിയുടെ സ്ട്രക്ചർ തകർക്കുക, അതിനുശേഷം വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ് നടക്കുക, അതിനുശേഷം ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ പഞ്ചാബ് കൂടി ചെയ്യുന്നു. അതോടുകൂടി ഈ പാർട്ടി ഏതാണ്ട് ഇല്ലാതാക്കി. ഹരിയാനയിലും ഗുജറാത്തിലും ഒക്കെ പോലും കൺസിഡറബിൾ വോട്ട് ബേസ് ഉള്ള ഒരു പ്രസ്ഥാനമാണെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കുറെ മണ്ഡലങ്ങളിലെങ്കിലും വളരെ ഡിസിസീവായ ആര് ജയിക്കുമെന്ന് നിർണായകമായ ആര് ജയിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതിന്റെ വളർച്ച ഇനിയും ഉണ്ടായാൽ അത് പ്രശ്നമാണ് എന്നുള്ളത് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ 10-8 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ BJP മനസ്സിലാക്കുകയും BJP അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തു. പക്ഷെ അരവിന്ദ് കെജ്രിവാളിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു പാർട്ടി സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഗതി എന്താവും? അല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കുറച്ചെങ്കിലും പിടിച്ചിരിക്കാൻ പോകുന്നത് ഡൽഹിയിലാണ്. ആ ഡൽഹിയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ക്രൗഡാണ് അവിടെ ഉള്ളത്, ഒരു മിഡിൽ ക്ലാസ് ആളുകളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് നാൾ അവർ പിടിച്ചു നിൽക്കുമായിരിക്കും. പക്ഷേ അധികാരമില്ലാതെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ചിലരൊക്കെ പറയുന്നത് ഈ ആം ആദ്മിയുടെ ഒരു തകർച്ച കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് വഴി വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് സാധ്യമാണ്? അല്ല, അതിനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ കോൺഗ്രസ് അവിടെ എത്രത്തോളം പണിയെടുക്കും, കോൺഗ്രസ് എത്രത്തോളം ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിനെ ഡൽഹിയിലൊക്കെ 0 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഷീലാ ദീക്ഷിതൊക്കെ കരുത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. സീറ്റൊക്കെ ഓക്കെ, പക്ഷെ എങ്കിൽ പോലും വേണമെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു വരാം. കാരണം ഇപ്പോഴും വോട്ട് ബേസ് ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ കുറവാണല്ലോ ആണെന്നേ. പക്ഷെ BJP കോൺഗ്രസിനൊക്കെ അങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ, ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യ മൊത്തം കോൺഗ്രസിന് അങ്ങനെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ വോട്ട് ബാങ്ക് കോൺഗ്രസിനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനെ മൊബിലൈസ് ചെയ്യാനും ലീഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ലോക്കൽ സ്റ്റേറ്റ് ലെവൽ മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം ഒരു ബിസിനസ്സിൽ എന്നുള്ള പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, ഇപ്പോൾ DK ശിവകുമാർ ഉള്ളതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്, രേവന്ത് റെഡ്ഡി ഉള്ളതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്, K കരുണാകരൻ ഉണ്ടായപ്പോഴും AK ആന്റണി ഉണ്ടായപ്പോഴാണ് കേരളത്തിൽ വലിയ സ്ട്രോങ് ആയി നിന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള നേതാക്കന്മാരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇവർ പരിശ്രമിക്കുകയും ആ നേതാക്കന്മാരെ കൂടെ നിർത്താൻ കഴിയുകയും ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം അല്ല, അതൊക്കെ മറ്റൊരു വിഷയമാണല്ലോ, നമുക്ക് പിന്നീട് സംസാരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലേക്ക് വന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഇനി പാർട്ടി സ്ട്രക്ചർ അങ്ങനെ തന്നെ റിവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ പേര് യോഗേന്ദ്ര യാദവ് ഒക്കെയാണ്. അദ്ദേഹമൊക്കെ ഈ പാർട്ടി കൂടെ ഉണ്ടായതാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ വീണ്ടും തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ മിഡിൽ ലെവലിലേക്ക് വെക്കുകയോ സ്റ്റേറ്റുകളുടെ ചാർജ് കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് വലിയ ശ്രമകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, പഞ്ചാബിൽ ഇത് അടിമുടി തകരുമെന്ന് ഒരു സംശയമില്ല. ഇത് മാത്രമല്ല, ഈ കേജ്രിവാളിന്റെ ഈ മദ്യനയ കേസിൽ ആ വിധി പ്രസ്താവിച്ച ഒരു ജഡ്ജിക്ക് സംഘപരിവാറിന്റെ ചായ്വുണ്ടെന്നാണ് കേജ്രിവാൾ പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ആ ഒരു ജഡ്ജി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കേജ്രിവാൾ പറയുന്നത്. അത് യാഥാർത്ഥ്യം തോന്നിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഇപ്പം അത് മദ്യനയ കേസെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം അത് ഒറ്റവാചകത്തിൽ ഉത്തരം പറയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ മദ്യനയ കേസ് സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഏറ്റവും ആദ്യം കോൺഗ്രസ് കൊണ്ട് പരാതി കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് കൊണ്ട് ആയുധം വെച്ചു കൊടുക്കുകയും ആ വെച്ചു കൊടുക്കുന്ന ആയുധത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അനുകൂലിയായിട്ടുള്ള ഒരു ജഡ്ജ് അല്ല, നമ്മളിപ്പോൾ ഒരു ജഡ്ജിനെതിരെ അങ്ങനെ കമൻ്റ് ഒന്നും പറയരുത്. കാരണം താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം നാളെ കോടതി ലക്ഷ്യത്തിന് കേസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിധിയെ വിമർശിക്കാം, അല്ലാതെ ഒരു കാരണവശാലും ജഡ്ജിനെ എന്ത് ചെയ്യാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം കമന്റുകളൊക്കെ അരവിന്ദ് കെജ്രിവാളിന് പറയാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കേജ്രിവാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. കേജ്രിവാളിന് പറയാം, ആ കാര്യം ശരിയാണെന്നൊന്നും പറയാനോ തെറ്റാണെന്ന് പറയാനോ ആളല്ല. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന പല വിധികളിലും ഇത്തരത്തിലുള്ള സ്വാധീനം കാണാം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി 2 കൊല്ലം കറക്റ്റായി ശിക്ഷിക്കപ്പെട്ടതെന്ന് വെച്ചാൽ, 2 കൊല്ലത്തിന് ഒരു ദിവസം കുറച്ച് കൊടുത്താൽ അയോഗ്യനാക്കില്ല, 2 കൊല്ലം ശിക്ഷിച്ചാലേ അയോഗ്യനാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് 2 കൊല്ലം വന്നേക്കാണ്. അപ്പോൾ അതേപോലെയുള്ള വിധികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കോടതികളിലുമൊക്കെ ഈ സംഘപരിവാർ സ്വാധീനം വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്.